പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ഷംസ് നമ്മളതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ ആയാത്തുകൾ ചർച്ച ചെയ്തു വരികയാണ്. അതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളിലും അത്ഭുതകരമായ വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ സൃഷ്ടിക്കുകയും ആ വൈരുദ്ധ്യങ്ങൾ പരസ്പരം സന്തുലിതമായി സമ്മേളിച്ച് സംയോജിച്ചുകൊണ്ട് അവ ഈ ലോകത്തിൻ്റെ ദൗത്യങ്ങൾ, ധർമ്മങ്ങൾ നിർവഹിച്ചു പോരുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാഹു പ്രകൃതിയിലെ വളരെ ഉജ്ജ്വലമായ പ്രതിഭാസങ്ങൾ പിടിച്ച് ആണയിട്ടുകൊണ്ട് നമ്മളോട് പറഞ്ഞത് അതിൻ്റെ ആമുഖ ഭാഗങ്ങൾ നാം കേൾക്കുകയുണ്ടായി. സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, രാവിനെക്കുറിച്ച്, പകലിനെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി, അവയ്ക്കിടയിലുള്ള വൈരുദ്ധ്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി, ആ വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് കൈകോർത്ത് പിടിക്കുന്നത് എന്ന് നാം ആലോചിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നമ്മോട് പറഞ്ഞത് വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചാണ്. ആ മനുഷ്യ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർന്നു പോകാതെ, തളർന്നു പോകാതെ, വ്യതിചലിച്ചു പോകാതെ അല്ലാഹു തന്നെ പിടിച്ചു നിർത്തി തരുന്നത്, അല്ലാഹു തന്നെ അതിൻ്റെ ബാലൻസ് പൊട്ടിപ്പോകാതെ നമുക്ക് വേണ്ടി പിടിച്ചു നിർത്തി തരുന്നതിനെക്കുറിച്ചും അല്ലാഹു ഓർമ്മപ്പെടുത്തി. വനഫ്സിൻ വമാ സവ്വാഹ, ബാലൻസ് പൊട്ടാത്ത, കടിഞ്ഞാൺ പൊട്ടാത്ത, സന്തുലിതത്വം തകർന്നു പോകാത്ത ഒരു മനസ്സും പടച്ച തമ്പുരാൻ നമുക്ക് തന്നു. പക്ഷേ അതിനുശേഷം അല്ലാഹു വലിയ ഒരു സത്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. ഇതെല്ലാം, ഈ പറഞ്ഞതെല്ലാം ബാഹ്യമായ പ്രകൃതിയാണ്, ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സൂചിപ്പിച്ചത്. ഇതുപോലെ തന്നെ നാം ഗ്രഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനെല്ലാം അപ്പുറമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു ആന്തരികമായ പ്രതിഭാസമുണ്ട്, ഒരു സത്യമുണ്ട്. ആ സത്യം മറ്റൊന്നുമല്ല, മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലാഹു നിക്ഷേപിച്ചിരിക്കുന്ന വ്യത്യസ്തമായ രണ്ട് പ്രേരണാശക്തികളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യമാണ്, തിരിച്ചറിവാണ്. രണ്ട് വൈരുദ്ധ്യാത്മകമായ പ്രേരണാശക്തികൾ മനുഷ്യൻ്റെ ഉള്ളിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുകയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത് വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ആ മനസ്സിൽ നാം തന്നെ ബാലൻസ് ചെയ്ത്, കൺട്രോൾ പോകാതെ, കടിഞ്ഞാൺ പൊട്ടിപ്പോകാതെ പിടിച്ചു നിർത്തി തന്ന ആ മനസ്സിൽ നാം നന്മയുടെയും തിന്മയുടെയും പ്രേരണകളെയും നിക്ഷേപിച്ചിരിക്കുകയാണ്. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, നന്മയുടെയും തിന്മയുടെയും പ്രേരണകളെയും നാം അതിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ആ വ്യത്യസ്തമായ പ്രേരണകൾ, നന്മ നന്മയാണെന്നും തിന്മ തിന്മയാണെന്നും നാം തിരിച്ചറിയുക എന്നത് വലിയ ഒരറിവാണ്. മനുഷ്യൻ്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്, വിജയമെന്ന് പറയുന്നത് തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവാണ്. പുറം ലോകത്തെക്കുറിച്ച് നമുക്കറിയാൻ എളുപ്പമാണ്. സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, രാവിനെക്കുറിച്ച്, പകലിനെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ചൊക്കെ അറിയുക നമുക്ക് എളുപ്പമാണ്. പക്ഷേ അതിലെല്ലാം അപ്പുറത്തായി അത്ഭുതകരമാം വിധം സ്പന്ദിക്കുന്ന, നമ്മെ ആകാശസീമകളുടെയും അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി വെമ്പുന്ന, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരാത്മസത്തയുണ്ട്, ഒരന്തസത്തയുണ്ട്. ആ അന്തസത്തയുടെ ഉള്ളറകളിൽ സ്പന്ദിക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അറിവ്. ആ അറിവ് നഷ്ടപ്പെടുന്നതിൻ്റെ പേരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അജ്ഞത, ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഇഗ്നോറൻസ് എന്ന് പറയുന്നത് സ്വന്തത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്, തൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എന്ന് ചൈനീസ് ചിന്തകനായ കൺഫ്യൂഷ്യസ് പറയുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ അറിവില്ലായ്മ, പ്രകൃതി വസ്തുക്കളെക്കുറിച്ചോ പുറം ലോകത്തെക്കുറിച്ചോ ഒരു മനുഷ്യൻ അറിവ് നഷ്ടപ്പെടുന്നതല്ല, തൻ്റെ ഉള്ളിനെക്കുറിച്ച് അറിവ് നഷ്ടപ്പെടുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അജ്ഞത, ഇഗ്നോറൻസ് എന്ന് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ കോട്സുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഇതൊക്കെ ആത്മാവിനെ അറിഞ്ഞവരെല്ലാം പറഞ്ഞ കാര്യമാണ്. ആ ആത്മാവിൻ്റെ യാഥാർത്ഥ്യമാണ് ഈ ലോകത്തെ നബിമാർ പഠിപ്പിച്ചത്, ഖുർആനും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചത്. അള്ളാഹു പറയുകയാണ് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, ആ മനുഷ്യൻ്റെ മനസ്സിൽ
നന്മയുടെയും തിന്മയുടെയും വ്യത്യസ്തമായ പ്രേരണാശക്തികൾ അലയടിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം മനുഷ്യനെ അല്ലാഹ് സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്, മൃഗത്തെ സൃഷ്ടിച്ച അതേ ധാതുവിൽ നിന്നാണ്. ഓരോ മനുഷ്യനിലും അവൻ്റെ ഒരു ഹയവാനി വുജൂദ്, അവൻ്റെ ഒരു മൃഗീയമായ അസ്തിത്വമുണ്ട്. ആനിമൽ എക്സിസ്റ്റൻസ് എന്ന് പറയാവുന്ന ഒരു മൃഗീയമായ അസ്തിത്വം ഓരോ മനുഷ്യനിലുമുണ്ട്. ആ അസ്തിത്വം അവനെ പ്രേരിപ്പിക്കുന്നത് മൃഗീയമായ വാസനകളെ പൂർത്തീകരിക്കാനാണ്. ഓരോ മൃഗവും ഓരോ മൃഗീയതയും നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ മണ്ണിൻ്റെ പ്രേരണാശക്തി നമ്മെ പ്രേരിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ഇച്ഛകളെ തീർത്തു തരാനാണ്, പൂർത്തീകരിക്കാനാണ്. അവിടെ നീ ഹറാമ് നോക്കണ്ട, ഹലാല് നോക്കണ്ട, നന്മ നോക്കണ്ട, തിന്മ നോക്കണ്ട, ശരി നോക്കണ്ട, തെറ്റ് നോക്കണ്ട, ആഗ്രഹം പൂർത്തീകരിച്ചു തരിക എന്ന് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ മൃഗീയത അവനോട് ആവശ്യപ്പെടുമ്പോൾ, അവൻ്റെ ഹയവാനി വുജൂദ് അവനോട് ആവശ്യപ്പെടുമ്പോൾ, അവൻ്റെ ആനിമൽ എക്സിസ്റ്റൻസ് അവനോട് പ്രേരിപ്പിക്കുമ്പോൾ ആ പ്രേരണയുണ്ട്. അൽഹമഹ ഫുജൂറഹ വ തഖ്വഹ. എന്നാൽ മനുഷ്യൻ്റെ മനസ്സിലുണരുന്ന പ്രേരണകളെ, അതിൻ്റെ ശരികളെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പുറത്ത് മറ്റൊരസ്തിത്വമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈഗോ എന്നും സൂപ്പർ ഈഗോ എന്നുമൊക്കെ പറയപ്പെടുന്ന മറ്റൊന്ന്. ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, ഇത് നന്മയാണ്, ഇത് തിന്മയാണ്, ഇത് ധർമ്മമാണ്, ഇത് അധർമ്മമാണ്, അരുതേ അരുതേ എന്ന് നമ്മോട് വിളിച്ചു പറയുന്ന നമ്മുടെ യഥാർത്ഥത്തിലുള്ള റൂഹാനിയായ നമ്മുടെ വുജൂദ്, നമ്മുടെ ആത്മീയമായ അസ്തിത്വം നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ നേരിലേക്ക് വിളിക്കുന്നുണ്ട്. ആ നേരിൻ്റെ വിളി കേൾക്കാൻ ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരാണോ ആ നേരിൻ്റെ വിളിയെ, മൻ സക്കാഹ, അതിനെ പ്യൂരിഫൈ ചെയ്തെടുത്ത്, അതായത് മാലിന്യ സമ്മിശ്രമായ ഈ പ്രേരണാശക്തിയെ മലിനമുക്തമാക്കിയത്. സക്കാഹ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആ തിന്മയുടെ വിളിയെ തിരിച്ചറിഞ്ഞ് അതിനെ പ്യൂരിഫൈ ചെയ്തത് സക്കാഹ. ഈ ലോകത്ത് എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ ഒറിജിനാലിറ്റി വെളിപ്പെടണമെങ്കിൽ ഒരു പ്യൂരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. സക്കാ തസ്കിയ എന്ന് പറഞ്ഞാൽ പ്യൂരിഫൈ ചെയ്യുക എന്ന. ഏതൊരു വസ്തുവും, പ്രകൃതിയിലെ ഏതൊരു വസ്തുവിനും ശുദ്ധീകരണത്തിൻ്റെ വലിയ വലിയ പ്രക്രിയകൾ കൊണ്ടല്ലാതെ അതിന് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. സ്വർണത്തിനുണ്ട്, വെള്ളിക്കുണ്ട്, എല്ലാ ധാതുക്കൾക്കുമുണ്ട്. ഖനികളിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രകൃതി വസ്തുക്കളെല്ലാം ഉപയോഗപ്പെടണമെങ്കിൽ അതിനെ ഖനനം ചെയ്തെടുത്തിട്ട് ശുദ്ധീകരിക്കണം. മനുഷ്യാത്മാവിലും നന്മയും തിന്മയും കൊണ്ട് സമ്മിശ്രമായ മനുഷ്യ മനസ്സുകളും നന്നാവണമെങ്കിൽ, അത് അത്യുന്നതങ്ങളിലേക്ക് ഉയരണമെങ്കിൽ, അത് ലക്ഷ്യം വയ്ക്കുന്ന ഉന്നത വിധാനങ്ങളിലേക്ക് അത് പറന്നുയരണമെങ്കിൽ അതിനെ സംസ്കരിക്കുക എന്ന വലിയ പണി നടക്കണം. അന്നാസു മആദിനുൻ കമആദിനി ദഹബി വൽ ഫിദ്ദ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മനുഷ്യനും ഖനികളാണ്. അന്നാസു മആദിൻ, മനുഷ്യനും ഖനികളാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുക ഏതുപോലെ? കമആദിനി ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഖനികൾ പോലുള്ള ഖനികളാണ് ഓരോ മനുഷ്യനും. മുഹമ്മദ് മുസ്തഫ, ഓരോ മനുഷ്യനും ഖനികൾ പോലെയാണ്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഖനികൾ പോലുള്ള ഖനികളാണ് നമ്മൾ. എന്നിട്ട് പറഞ്ഞു, ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുക്കും ഫിൽ ഇസ്ലാം. ഇസ്ലാമികേതര സംസ്കാരത്തിൽ നിങ്ങളിലെ നല്ലവർ ആരോ അവർ ഇസ്ലാമിലും നല്ലവരായി വിളങ്ങും. ചില ആളുകളുണ്ട്, മുസ്ലിം അല്ലാത്ത ചില ആളുകളെ കുറിച്ച് നാം പറയാറുണ്ട്. അവർ പറയും, ഉസ്താദെ, മുസ്ലിങ്ങളെക്കാൾ നല്ല സ്വഭാവം അവരുടെ. പറയാറില്ലേ? പറഞ്ഞു പോകാറുണ്ട്. കാരണം എന്താ? അവരുടെ അടിസ്ഥാന പ്രകൃതത്തിൽ നന്മയുണ്ട്. അവർ സ്വർണത്തിൻ്റെ ഖനികളാണ്, അല്ലെങ്കിൽ അവർ വെള്ളിയുടെ ഖനികളാണ്, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഖനികളാണ്. വ്യത്യസ്തമായ ഖനിജങ്ങൾ പോലെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ഖനിയുണ്ട്, പ്രവർത്തിക്കുന്ന ഖനിയുണ്ട്. ചിലത് സ്വർണമാണ്, ചിലത് വെള്ളിയാണ്, ചിലത് ഇരുമ്പാണ്, ചിലത് ചെമ്പാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഖനികളാണ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ളത്. അന്നാസു മആദിൻ കമആദിനി ദഹബി വൽ ഫിദ്ദ. വലിയ ആത്മയാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അർത്ഥവത്തായ വാക്കുകളാണ് മുഹമ്മദ് മുസ്തഫയുടെ നാവിലൂടെ ഇവിടെ വരുന്നത്.
ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുക്കും ഫിൽ ഇസ്ലാം. നിങ്ങൾ ഇസ്ലാമികേതര സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളിലെ ചില നല്ലവരുണ്ട്. അവർ ഇസ്ലാമിൻ്റെ സംസ്കാരം പഠിച്ച് ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിൻ്റെ സംസ്കാരം അവർ പഠിച്ചവരുടെ അജ്ഞത മാറ്റിയാൽ ഇദാ ഫഖുഹു, അവരുടെ ഉള്ളിലെ അജ്ഞതയെ അവർ മറികടന്നാൽ അവർ ഇസ്ലാമിലും നല്ലവരായിരിക്കും. അവർ ഇസ്ലാമിലും നല്ലവരായിരിക്കും, ഏറ്റവും നല്ലവരവരായിരിക്കും. അബൂബക്കർ ഇസ്ലാമിന് മുമ്പ് നല്ലവനായിരുന്നു, ഇസ്ലാമിൽ വന്നപ്പോൾ ഏറ്റവും നല്ലവനായി. സ്വർണത്തിൻ്റെ ഖനിയായിരുന്നു അബൂബക്കറിൻ്റെ ഉള്ളകം നെഞ്ചകം. അങ്ങനെ ഇദാ ഫഖുഹു, അവർ അറിവ് നേടിയാൽ, ആത്മജ്ഞാനം നേടിയാൽ, പുറത്ത് നിൽക്കുമ്പോൾ നല്ലവരായവർ ഇസ്ലാമിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നല്ലവരിൽ നല്ലവരായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരുടെ നമ്മുടെ മനസ്സ് നന്മതിന്മകളെ ശക്തമായ നിലയിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ്റെ മനസ്സ്. മനസ്സൊരു മഹാസമുദ്രം എന്ന് പലരും പറയാറില്ലേ? അലയടിക്കുന്ന മഹാസമുദ്രമാണ്. നന്മയുടെയും തിന്മയുടെയും തിരയടിയുള്ള വേലിയേറ്റമുള്ള ഈ മനുഷ്യൻ്റെ മനസ്സിനെ നന്മയുടെ പക്ഷത്ത്, നീതിയുടെ പക്ഷത്ത്, സത്യത്തിൻ്റെ പക്ഷത്ത്, ധർമ്മത്തിൻ്റെ പക്ഷത്ത്, പരോപകാരത്തിൻ്റെ പക്ഷത്ത്, അപരൻ്റെ പ്രയാസങ്ങളെ ഏറ്റുവാങ്ങുന്ന ഒരു പക്ഷത്ത് നമ്മുടെ മനസ്സിനെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റണം. അല്ലാതെ വെറുതെ എന്തെങ്കിലും ആചാരപരമായി കുറെ നമസ്കാരവും നോമ്പുമായി നടന്നിട്ടായില്ല, സക്കാത്ത് കൊണ്ട് മാത്രമായില്ല, ഹജ്ജ് കൊണ്ട് മാത്രമായില്ല. ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്ന്, അതെൻ്റെ മനസ്സിൽ ശരിയായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, രാസപ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് പഠിക്കണമെന്ന് പറയുകയാണ് അല്ലാഹു. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അല്ലാഹു തന്നെ സന്തുലിതമാക്കി തന്ന, ബാലൻസ് ചെയ്തു തന്ന മനസ്സിൽ നന്മയുടെയും തിന്മയുടെയും പ്രേരണാശക്തികളെ അല്ലാഹു നിക്ഷേപിച്ചു. അത് അഫ്ലഹ മൻ സക്കാഹാ, അതിനെ സ്വർണത്തെയും വെള്ളിയെയും ഒക്കെ സംസ്കരിച്ചെടുത്തിട്ട് അതിൻ്റെ അയിരിനെ, ധാതുക്കളെ അയിരായി സംസ്കരിച്ചെടുക്കാൻ വേണ്ടി ആര് ശ്രമിച്ചുവോ അപ്പോഴാണത് പ്രയോജനം ചെയ്യുന്നത്. എന്ന പോലെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ഉള്ളിൽ അലയടിക്കുന്ന നന്മ തിന്മയുടെ വേലിയേറ്റങ്ങളെ നന്മയിൽ സംസ്കരിച്ചെടുക്കുന്നവരാരാണോ അവന് മാത്രമേ അവൻ്റെ മനസ്സുകൊണ്ട് ഈ ലോകത്ത് നന്മയുണ്ടാക്കാൻ കഴിയൂ, അവനെ ഈ ലോകത്ത് അവൻ്റെ മനസ്സ് ഉപകാരപ്പെടുത്താൻ കഴിയൂ എന്നുള്ള പറയുകയാണ്. സ്വർണം ഖനനം ചെയ്തെടുത്തിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? വെള്ളിയെ ഖനനം ചെയ്തെടുത്താൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? സ്വർണത്തെ സംസ്കരിച്ചെടുക്കുമ്പോൾ സ്വർണത്തിൻ്റെ വിലയേറും. ഖനനം ചെയ്യപ്പെടാത്ത സ്വർണം കൊണ്ടൊരു പ്രയോജനവുമില്ല. അത് സംസ്കരിക്കപ്പെടാത്ത സ്വർണം കൊണ്ട്, അതുപോലെ തന്നെ ഖനനം ചെയ്തെടുത്തത് കൊണ്ടായില്ല, സംസ്കരിക്കപ്പെടാത്ത വെള്ളി കൊണ്ടൊരു ഉപകാരവുമില്ലെന്ന പോലെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹു പറയുകയാണ്, പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിലെല്ലാം വൈരുദ്ധ്യങ്ങളുണ്ട്, പക്ഷെ ആ വൈരുദ്ധ്യങ്ങളെ അത്ഭുതകരമായി അവ സമഞ്ജസമായി സമ്മേളിപ്പിക്കുകയാണ്. സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് അത്ഭുതം സൃഷ്ടിക്കുകയാണ് സൂര്യനും ചന്ദ്രനും. സമന്വയിപ്പിച്ചുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുകയാണ് ആകാശവും ഭൂമിയും. സമന്വയിച്ചുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുകയാണ് രാവും പകലും. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നന്മയും തിന്മയും വ്യത്യസ്തമായി തിരയടിക്കുന്നുണ്ട്. അവയെ ശരിയായ നിലയിൽ നിങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിങ്ങളുടെ മനസ്സുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കണം. വളരണം, വളർത്തണം. മനസ്സ് വളരണം, മനസ്സിനെ വളർത്തണം. അതാണ് ഈ ലോകത്തെ വലിയ ജോലിയാണ്. കഴിഞ്ഞ സൂറത്തിൽ അതാ അല്ലാഹു തആല പറഞ്ഞത്, ഫലഖ് തഹമൽ അഖബ. നിങ്ങൾ കടമ്പ മറികടക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലല്ലോ. ഫലഖ് തഹമൽ അഖബ, മലമ്പാത താണ്ടാൻ മനസ്സില്ലല്ലോ. ഒമാ അദ്റാക മൽ അഖബ, മലമ്പാത എന്തെന്ന് നിങ്ങൾക്കറിയോ? ഫക്കു റഖബ, അടിമപ്പെട്ടു പോയവരുടെ ജീവിതത്തിന് മോചനം നൽകലാണ്. അടിമപ്പെട്ടു പോയ മനുഷ്യരുടെ ജീവിതത്തിന് മോചനം നൽകല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് നമ്മുടെ കൂട്ടത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ എന്തെന്ത് ദുരിതങ്ങൾക്ക് അടിമകളാണ്. ആ അടിമകളുടെ ആ പ്രയാസങ്ങൾക്കൊരു മോചനം നൽകണമെന്ന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു മനസാക്ഷി ഇന്ന് നമ്മളിലുണ്ടോ? എന്താണ് ഗസയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ?
നമ്മുടെ ഈമാനിൻ്റെ ശക്തി കൊണ്ട്, നമ്മുടെ തവക്കുൽ കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ സംസ്കരിച്ചെടുത്താൽ തീർച്ചയായും നമ്മുടെ മനസ്സ് നാം അറിയാത്ത മേഖലകളിൽ കർമ്മനിരതമാകുമെങ്കിൽ, മറിച്ച് വിശ്വാസം കൊണ്ട്, അതിൻ്റെ ഉൽപ്പന്നമായ തവക്കുൽ കൊണ്ട് നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന മനസാക്ഷി കൊണ്ട്, തവക്കുൽ കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ഉണർത്തിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് നന്മയുടെ ഒരു കണിക പോലും ഉണർന്നു വരികയില്ല. ഒരു മനുഷ്യൻ്റെ മനസ്സിന് അതിനെ എവിടം വരെ വളർത്താനാകും? എവിടം വരെ വളർത്താനാകും? ആ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ച് അതിൽ ഈമാൻ നിറച്ചാൽ, അതിൽ അള്ളാഹുവിന് സമർപ്പിക്കുന്ന തവക്കുൽ നിറച്ചു വെച്ചാൽ ആ മനസ്സ് ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. വർത്തമാനം സാക്ഷി, ചരിത്രം സാക്ഷി. പ്രിയപ്പെട്ടവരെ, മഹാനായ അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ മനസ്സ്, അവൻ്റെ ഹുദി, അവൻ്റെ ആത്മാവ്, അന്തസത്ത അദ്ദേഹത്തിൻ്റെ വലിയ ചർച്ചാ വിഷയമാണ്. അദ്ദേഹം പറയുന്നു, ഹുദീകു കർ ബുലന്ദിത്തിന, ഹുദീകു കർ ബുലന്ദിത്തിന കെ ഹർ തഖ്ദീർ സേ പഹലെ ഖുദാ ബന്ദേ സെ ഖുദ് പൂഛേ ബതാ തേരി റിദാ ക്യാ ഹേ. അദ്ദേഹം പറയുകയാണ്, ഏ മനുഷ്യ, നിന്റെ ആത്മസത്തയെ നീ ഇത്ര കണ്ട് ഉണർത്തണം, വളർത്തണം. ഭൗതിക വിദ്യയുടെ മറുകര താണ്ടിയ, ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിൽ വിദ്യാഭ്യാസം നേടിയ, അല്ലാമ സർ എന്ന് ബ്രിട്ടീഷുകാർ സർ ബിരുദം നൽകി ആദരിച്ച, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ സന്തതി കൂടിയായ അല്ലാമ ഇഖ്ബാൽ പറയുകയുണ്ടായി, നമ്മൾ വളരേണ്ടതെങ്ങനെയാണ്, നമ്മുടെ ഉള്ളുണരേണ്ടതെങ്ങനെയാണ്. ഹുദീകു കർ ബുലന്ദിത്തിന, ഏ മനുഷ്യ, ഏ ദാസ, നീ നിന്റെ ആത്മാവിനെ ഇത്ര കണ്ട് ഉയർത്തുക, വളർത്തുക. കെഹർ തഖ്ദീർ സേ പഹലെ, ഏതുവരെ? ഏതൊരു തീരുമാനമെടുക്കുന്നതിനു മുമ്പ് ഖുദാ ബന്ദേ സെ ഖുദ് പൂഛേ, അള്ളാഹുവിൻ്റെ ദാസനോട് ചോദിക്കും, ബത്താ തേരി റിദാ ക്യാ ഹേ, പറയൂ നിന്റെ തൃപ്തി എന്താണ്. ഓരോ തീരുമാനവും എടുക്കും മുമ്പ് അള്ളാഹു തൻ്റെ ദാസനോട് പറയൂ ദാസ, നിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കുന്നിടം വരെ നിന്റെ ആത്മാവിനെ നീ ഉയർത്തിയാൽ നിനക്കുയരാം എന്ന്. പ്രിയപ്പെട്ടവരെ, അല്ലാമ ഇഖ്ബാൽ എല്ലാ വിജ്ഞാനത്തിൻ്റെയും ഭൗതികവും ആത്മീയവുമായ വിശുദ്ധമായ ഖുർആനിക വിജ്ഞാനത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഊളിയിട്ട് പോയ മഹാനായ ഒരു ചിന്തകൻ, കിഴക്കിൻ്റെ മഹാകവി എന്ന് ലോകം വിശേഷിപ്പിച്ച അല്ലാമ ഇഖ്ബാൽ പറയുകയുണ്ടായി, ഈ മൃഗീയമായ മിശ്രിതത്വത്തിൽ നിന്ന് നിന്റെ ആത്മീയമായ ഡിവൈൻ സ്പാർക്കിൻ്റെ പ്രചോദനങ്ങളെ ഉൾക്കൊണ്ട് നിന്റെ ആത്മസത്തയെ നീ വളർത്തിയാൽ നിന്റെ ഉള്ളിൽ ഇത് നിക്ഷേപിച്ച അള്ളാഹുവും നീയും തമ്മിൽ സ്ഥാപിക്കുന്ന ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിലൂടെ അള്ളാഹു തൻ്റെ ഏതൊരു തീരുമാനമെടുക്കും മുമ്പ് തൻ്റെ ദാസനോട് ചോദിക്കും, നിന്റെ തൃപ്തി എന്താണെന്ന്. നബിമാരുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. ഔലിയാക്കന്മാരുടെ ചരിത്രത്തിൽ കാണുന്നത് അതാ. അള്ളാഹു അവൻ്റെ ദാസനോട് ചോദിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നിന്റെ ഇഷ്ടം എന്താണ്, അതുപോലെയേ ഞാൻ ചെയ്യൂ എന്ന് അള്ള പറയുന്നിടത്തേക്ക് നമ്മുടെ ആത്മാവിനെ ഉയർത്താൻ കഴിയും. പക്ഷേ ഇതിനെ നമ്മൾ സംസ്കരിക്കണം. തെറ്റിൻ്റെ പ്രേരണകൾക്ക് നിരന്തരം വശംവദമായി അതിനെ പ്രേരിപ്പിക്കുന്ന ലോക സാഹചര്യങ്ങളെ അതിന് ന്യായമായി ചേർത്ത് വെച്ച് ഇന്നത്തെ ലോകത്ത് ഇത്രയൊക്കെ പറ്റുള്ളൂ, കള്ളം പറയാതെ, വഞ്ചിക്കാതെ, ചതിക്കാതെ, അഴിമതി നടത്താതെ എനിക്ക് കഴിയില്ല എന്ന ന്യായം തെറ്റിൻ്റെ പ്രേരണാശക്തിയായി ന്യായീകരിക്കാൻ, കാലഘട്ടത്തിൻ്റെ ന്യായം പറഞ്ഞുകൊണ്ട് നിന്റെ മനസ്സിനെ മലിനീകരിച്ചാൽ നിനക്ക് നിന്റെ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാവുകയില്ല. നിനക്കുയരാം. ഈ കഴിഞ്ഞ ദിവസം മരണവുമായി ബന്ധപ്പെട്ട് പ്രായമായ 1-2 ഉമ്മമാർ, ആബിദത്തുകളായ ഉമ്മമാർ മരിച്ചപ്പോൾ ആ മരണം തലേന്ന് ഞാൻ പോയി കണ്ടിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായി. പിറ്റേന്ന് അവർ മരിച്ചു എന്ന് പറയുമ്പോൾ ദുഃഖത്തോടുകൂടി വിളിച്ചു പറയേണ്ട അവിടുത്തെ സഹോദരി എന്നെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാ, ഉസ്താദേ, ഉമ്മ മരിച്ചു, ഞങ്ങൾ കരയേണ്ടവരാണ്, പക്ഷെ ഇപ്പം എല്ലാവരും ചിരിക്കുകയാണ്. എന്താ ചിരിക്കാൻ കാര്യം? ഉമ്മ മരിക്കും മുമ്പേ ഞങ്ങളെ നോക്കി ഒരു 2-3 വട്ടം നന്നായി ചിരിച്ചു എന്ന്. ഉമ്മ ഞങ്ങളെ നോക്കി നന്നായി ചിരിച്ചു.
ആ ചിരി കണ്ടതോടുകൂടി ഞങ്ങളുടെ കരച്ചിൽ ചിരിക്ക് വഴിമാറി. വലിയ സന്തോഷമുണ്ട് ഉസ്താദെ, അകലെയൊന്നുമല്ല പെരുമ്പാവൂരിൽ. ഇത് ഞാൻ പങ്കുവച്ചപ്പോൾ സാലിഹ്യങ്ങളായ പലരുടെയും മരണം കണ്ട ആളുകൾ എന്നോട് പറയാ, എൻ്റെ വാപ്പ ചിരിച്ചത് ഞാൻ കണ്ടതാണല്ലോ, എൻ്റെ വാപ്പ മരിക്കും മുമ്പേ ചിരിച്ചത് ഞാൻ കണ്ടതാണല്ലോ. എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം? ആത്മാവ് അല്ലാഹുവുമായി ബന്ധിപ്പിച്ച ഒരു ദാസൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പടച്ച റബ്ബിലേക്ക് പോകും മുമ്പേ ആ പടച്ചവൻ അവൻ്റെ ദാസന്റെ ഇഷ്ടം സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന കാഴ്ച. തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ വന്നിറങ്ങി. എത്ര അനുഭവങ്ങൾ. ലോകോത്തര പണ്ഡിതനായിരുന്നു മൗലാന ഇൽഹാറുൽ ഹസൻ. ഡൽഹിയിലെ മർക്കസു നിസാമുദ്ദീനിൽ അദ്ദേഹം ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണം കയറി വരുന്നത്. അദ്ദേഹം പൊടുന്നനെ എഴുന്നേറ്റ് നിൽക്കുന്നു. സദസ്സിനോട്, നൂറുകണക്കിന് ആളുകൾ നിരന്നിരിക്കുന്ന സദസ്സിനോട് പറയുന്നു, ദുറൂദ് ഷരീഫ് പഠിയേ, സലാത്ത് ചൊല്ലൂ എന്ന്. എന്നിട്ട് അദ്ദേഹം മുട്ടിൽ നിവർന്ന് നിന്നുകൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആരോടോ എന്ന പോലെ കൈനീട്ടി മുസാഫഹ ചെയ്യുന്നു പുഞ്ചിരിയോടെ. സദസ്സ് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കെ അദ്ദേഹം ചാഞ്ഞിരുന്നു. അദ്ദേഹം വലത്തോട്ട് ചെരിഞ്ഞു കിടന്നു. കുലുക്കി ഉണർത്തി, പിന്നെ ഉണരുന്നില്ല. മരണത്തിൻ്റെ മുമ്പിൽ വെച്ച് മുഖാമുഖം നിന്നുകൊണ്ട് സലാത്ത് ചൊല്ലാൻ വേണ്ടി സദസ്സിനോട് പറഞ്ഞിട്ട് തൻ്റെ മുമ്പിൽ വന്നവരോട് പുഞ്ചിരിയോടുകൂടി കൈനീട്ടി മുസാഫഹ ചെയ്തത് ആരോടാണ്? തതനസ്സലു അലൈഹിമുൽ മലായിക. ആത്മാവിനെ നന്നാക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്നവൻ പാഴാവുകയില്ല എന്ന് ഈ ലോകത്ത് വളരെ കൃത്യമായ നിലയിൽ വ്യക്തമാക്കപ്പെടുന്ന വർത്തമാനകാല അനുഭവങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടും മനസ്സിനെ വൃത്തികേടാക്കാൻ മടിയേതുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായി നാം പരിണമിക്കുന്നെങ്കിൽ ദുരന്തമാണ് നമ്മെ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനസ്സിനെ സംസ്കരിക്കുന്നത് അള്ളാഹു പറഞ്ഞല്ലോ, ഫലഖ്തഹമൽ അഖബ. എന്താ ആ മലമ്പാത ഒന്ന് താണ്ടാൻ നിങ്ങൾക്ക് ഇത്ര വിഷമം? ഫക്കുറഖബ, വേദനകൾക്ക് അടിമപ്പെട്ടു പോയ, പട്ടിണിക്ക് അടിമപ്പെട്ട അടിമത്തത്തിന് വശംവദരായ ആളുകൾക്കൊരു മോചനം നൽകിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് തന്നാലാവുന്നത് ചെയ്തവരെ അള്ളാഹു കാത്ത പോലെ. നിങ്ങൾക്കറിയുമോ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത, നമുക്കാർക്കും ഇന്ന് കഴിയാതെ പോകുന്ന ഗസ്സയുടെ നൊമ്പരം കാണാൻ അല്ലേ? ഗസ്സയുടെ നൊമ്പരം, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ വിശന്നും മരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഗസ്സയുടെ നൊമ്പരം കാണാൻ കഴിയുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇന്ന് ഗസ്സ പട്ടിണിയിലാണ്. നമ്മളൊക്കെ നല്ല മനസ്സിൻ്റെ ഉടമകൾ സംസ്കരിച്ച് അള്ളാഹയോട് അടുത്തോണ്ടിരിക്കുക, നിസ്കരിച്ചെന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വേദന കാണാൻ മുസ്ലിം ലോകത്തിന് പോലും കഴിയുന്നില്ല. എവിടെയാണ് നമ്മുടെ സംസ്കരണം? പക്ഷേ ആവുന്ന വിധത്തിൽ അള്ളാഹുവിനോടടുത്ത് ഈ ഫക്കുറഖബ, അവരകപ്പെട്ടു പോയ പ്രയാസകരമായ കുരുക്കിൽ നിന്നവർക്ക് മോചനം നൽകാൻ നിങ്ങൾക്കാവുന്നില്ലല്ലോ. ലോകത്ത് 200 കോടി മുസൽമാൻ. എത്രയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടിക എടുത്തപ്പോൾ രാജാക്കന്മാരിൽ, റൂളേഴ്സിൽ 5-ൽ 4 എലിസബത്ത് രാജ്ഞിയെ ഒരാളെ മാറ്റിവെച്ചാൽ 4 മുസ്ലിം രാജാക്കന്മാരാണ്. അതിലൊരു രാജാവ് ലോകത്തെ ഏറ്റവും പാവപ്പെട്ടവൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു. 3000 കോടി ഇന്ത്യൻ രൂപ വിലയുള്ള ഒരു വിമാനം. 3000 കോടി ഇന്ത്യൻ രൂപ വിലയുള്ള ഒരു വിമാനം. ആർക്ക്? ഈ പാവപ്പെട്ട ഗസ്സയിലെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന എല്ലും തോലുമായ കുഞ്ഞുങ്ങൾ. ഗസ്സയുടെ വക്താവ് അബൂ ഉബൈദ ലോകത്തോട് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ, വരും ദിനങ്ങളിൽ ലോകം ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ പട്ടിണി മരണം സംഭവിച്ചേക്കാം. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ പ്രതിസ്ഥാനത്താണ്. ആ കുഞ്ഞുങ്ങൾ നിങ്ങളെ പിടിച്ചു നിർത്തും. നിങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അനങ്ങാത്ത മുസ്ലിം ലോകം കൊടുത്തു. ആ പട്ടിണിക്കിട്ട് കൊല്ലുന്ന പിശാചിന് 3000 കോടിയുടെ വിമാനം കൊടുത്തു. അവനൊരു 3000 കോടി കൂടി മുടക്കി എയർഫോഴ്സ് നമ്പർ 1 പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പോലും. 6000 കോടി ഗസ്സയിലെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതിന് ഈ മനസ്സ് നന്നാക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന, നോമ്പ് വയ്ക്കുന്ന ഈ സമുദായം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ നഫ്സ് എവിടെയാണ് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. ശത്രുക്കളുടെ വെടിയുണ്ടയുടെയും മിസൈലിൻ്റെയും മുന്നിൽ തോൽക്കാത്തവർ, ഇന്ന് അടങ്ങാത്ത വിശപ്പിൻ്റെ മുമ്പിൽ പതറി വീഴുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു പിടി ധാന്യത്തിന് വേണ്ടി ആ മക്കൾ കേഴുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ എല്ലുന്തിയ ദേഹം ഇന്ന് ആരുടെയും മനസ്സ് വേദനിപ്പിക്കേണ്ടതായിട്ട് പോലും
നമ്മൾ കുറച്ച് പ്രകടനങ്ങളൊക്കെ ആർക്കോ വേണ്ടി എല്ലാവരും കൂടിയപ്പോൾ നടത്തി പിരിഞ്ഞിട്ട് ഗസയെന്ന് പറയാൻ പോലും ഇന്നൊരാളില്ലാതായി. ഇത് തന്നെയാണ് അവർ ഭയപ്പെട്ടത്. അതിന് നേരെ കണ്ണ് അടച്ചു കഴിയുന്നവരെ വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നന്മയുടെ ഉയർന്നു വരുന്ന നാമ്പുകളെ മനസ്സിൻ്റെ നനുത്ത മണ്ണിൽ ചവിട്ടി താഴ്ത്തുന്നവരെ പോട്ടെ, അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് നിന്റെ മനസാക്ഷി ഉണർത്തുന്ന വികാരങ്ങളെ കാണാത്തവരെ നീ തോറ്റുപോയി, നീ അമ്പെ തകർന്നു പോയി. നിനക്ക് നിന്റെ ആത്മാവി ഹുദി കൊണ്ട് നിന്റെ അള്ളാഹുവിൻ്റെ അനുകൂല തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. ഇപ്പം കാത്തിരിക്കുക അള്ളാഹ് സഹായിക്കുന്ന നാളുകൾക്ക് വേണ്ടി. പക്ഷേ ഇവിടെ നമ്മൾ കാണണം ഗസയിലെ ഈ നിസ്സഹായാവസ്ഥ. ഈജിപ്തുകാരിയായ മനുഷ്യാവകാശ പ്രവർത്തക സാറ അൽക്കാരി കേട്ടു. സാറ അൽക്കാരി, ആ പെണ്ണവളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞ് വിശന്ന് വായിൽ കൈയിടുന്ന ഒരു പെൺകുട്ടിയെ അവൾ സ്വപ്നം കണ്ടു. അതുപോലെ തന്നെ പട്ടിണി കാരണം കുഴഞ്ഞു വീഴുന്ന വൃദ്ധരെയും അള്ളാഹുവിൽ തവക്കലാക്കി മനസ്സ് അള്ളാഹുമായി ബന്ധിച്ച ആ പെണ്ണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കുപ്പികളിൽ ധാന്യം നിറച്ച് അതിൽ തൻ്റെ പേരും ഫോൺ നമ്പറുമുള്ള കുറിപ്പ് വെച്ച് കടലിലേക്ക് എറിഞ്ഞു. പിന്നെ കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. 3-ാം ദിവസം ആ ഫോണിലേക്ക് മെസ്സേജ് വരുന്നു. ആ കുറിപ്പിലെ തൻ്റെ പേരിൽ ഗസയിലെ കുട്ടികൾ ഉമ്മ വെച്ച വിവരം അവിടുത്തെ ഒരു ഡോക്ടർ മെസ്സേജായി ആ സ്ത്രീക്ക് അയച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് സംഭവിച്ചത്? ആ സഹോദരി കുപ്പികളിലാക്കി ധാന്യം കടലിലെറിഞ്ഞത് അള്ളാഹു ആ കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുത്തുവെന്ന് മനസ്സിലായോ? ഇതാണ് അള്ളാഹു, ഒരു നീറുന്ന മനസ്സിൻ്റെ വികാരത്തെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന അള്ളാഹു ഇന്നുമുണ്ട്. തനിക്കതേ കഴിയൂ. ചരിത്രത്തിൽ ഇതുപോലെ വേറെയും പാഠങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമല്ല. ബനു ഇസ്രായേലിലെ ഒരാൾ മറ്റൊരാളിൽ നിന്ന് 1000 ദീനാർ കടം വാങ്ങിച്ച കഥ ചരിത്രപ്രസിദ്ധമാണ്. കടം ചോദിച്ചപ്പോൾ മറ്റേയാൾ ചോദിച്ചു സാക്ഷി വേണമെന്ന്. അള്ളാഹു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹുവേ എനിക്ക് സാക്ഷിയുള്ളൂ. എന്നാൽ ജാമ്യക്കാരനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കഫാ ബില്ലാഹി വക്കീല, അള്ളാഹുവേ എനിക്ക് ജാമ്യക്കാരനുള്ളൂ. അദ്ദേഹം പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ്, അള്ളാഹു നല്ല ജാമ്യക്കാരനാണ്, നല്ല വക്കീലാണ്, സാക്ഷിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിൽ പൂർണ്ണമായിട്ടും അദ്ദേഹം തവക്കുലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് 1000 ദീനാർ കടം കൊടുത്തു. അങ്ങനെ നിശ്ചിതമായ അവധി നിശ്ചയിച്ചു, തിരിച്ചു തരണമെന്ന നിബന്ധനയോടെ അതും വാങ്ങിപ്പോയ ആ മനുഷ്യൻ സമയമായപ്പോൾ കപ്പൽ അന്വേഷിച്ചു. അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ കഴിഞ്ഞില്ല, കപ്പൽ കിട്ടിയില്ല. പക്ഷെ അന്നും അദ്ദേഹം ഒരു മരക്കുറ്റി എടുത്തത് തുരന്നിട്ട് അതിൻ്റെ ഉള്ളിൽ താൻ കൊടുക്കാനുള്ള പണം നിക്ഷേപിച്ചിട്ട് ഒരു കുറിപ്പും വെച്ചുകൊണ്ട് കടലിൽ ഒഴുക്കി. എന്നിട്ട് കടലിൽ കാത്തു നിന്നു. തന്നോട് കടം വാങ്ങിയയാൾ വരുന്നുണ്ടോ എന്ന് കരുതി ഇപ്പുറത്ത് തുറമുഖത്ത് കാത്തു നിൽക്കുകയാണ് കടം കൊടുത്തയാൾ. അപ്പോൾ അതാ കടലിൻ്റെ തിരകളിലൂടെ ഒരു മരക്കുറ്റി ഒഴുകി വരികയാണ്. ആ ഒഴുകി വരുന്ന മരക്കുറ്റി വീട്ടിൽ വിറകാക്കാൻ കൊള്ളാമെന്ന് കരുതി വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ചു നോക്കുമ്പോൾ തനിക്ക് കിട്ടാനുള്ള അത്രയും പണവും അതിലൊരു കുറിപ്പുമാണ് അതിലുള്ളത്. വൈകാതെ അദ്ദേഹത്തിന് കപ്പൽ കിട്ടി കടന്നു വന്ന് തനിക്ക് കടം കൊടുക്കാനുള്ള ആളെ തേടി വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന് കടം ദീനാറ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു താങ്കൾ എന്തെങ്കിലും ഏർപ്പാട് ഇതിനു മുമ്പ് ചെയ്തിരുന്നോ? അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ ചിലതൊക്കെ ചെയ്തിരുന്നു. താങ്കൾ ആരെയാണോ ഏൽപ്പിച്ചത് അവനതെൻ്റെ കൈകളിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ചരിത്രത്തിൽ, ബനു ഇസ്രായേലിലെ ചരിത്രമാണ്. പ്രിയപ്പെട്ടവരിങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ആ ചരിത്രം വെറും കടങ്കഥയാണെന്ന് പറഞ്ഞ് നമുക്ക് എഴുതിത്തള്ളാം. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച സാറ അൽ അക്കാരി, ആ പെൺകുട്ടി കൊടുത്ത ആ ധാന്യമണികൾ ഗസയിലെ മക്കളുടെ തീരത്തണയിച്ച് ആ കുഞ്ഞുങ്ങൾ അവളുടെ പേരിൽ ചുംബിക്കുന്ന വാർത്ത, അതിൽ അവൾ എഴുതി വെച്ചിരുന്ന ഫോൺ നമ്പറിലേക്ക് അവിടുത്തെ ഡോക്ടർ മെസ്സേജ് അയച്ചു എന്ന വാർത്ത വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവ് അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കുകയും മാലിന്യമുക്തമാക്കപ്പെടുകയും ചെയ്താൽ ഇന്നും ഖുദാ തേരി റബ്ബ് ഓരോ ദാസനോടും ഖുദാ ബന്ദേസെ ഖുദ് പൂഛേ ബത്താ തേരി റിദാ ക്യാ ഹേ, അള്ളാഹു തൻ്റെ ദാസനോട് ചോദിക്കും, ദാസ പറയൂ നിനക്കെന്താണ് മോഹം, ഞാൻ നടത്തി തരാമെന്ന്. അത്രയും ഉയരാൻ, അത്രയും വളരാൻ ശേഷിയുള്ള അത്ഭുതകരമായ ഒരാത്മാവുള്ളിൽ സ്പന്ദിക്കുമ്പോഴാണ്
അതിനെ ഈ മൃഗീയ വാസനകൾക്ക് അടിമപ്പെട്ട് നാം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണമെന്ന് വനഫ്സിൻ വമാ സവ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ സക്കാഹാ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഗസ്സയെ മറന്നുപോയ ലോകത്തോട് നമ്മളാലാവും വിധം ഇന്ത്യയുടെ പാർലമെന്റിൽ യു പി എയുടെ അധ്യക്ഷ ഞങ്ങൾ ഗസ്സയോടൊപ്പമാണെന്ന് പറയാനെങ്കിലും മനസ്സ് കാണിച്ചു. അതിനവർക്ക് അഭിനന്ദനങ്ങൾ. പക്ഷേ മുസ്ലിം ലോകത്തിൻ്റെ നാവിൽ ഇന്ന് ഗസ്സ പോലുമില്ല. ആവുന്നത് ചെയ്യേണ്ട സമയമാണ്. ഇന്ത്യയിലെ കന്യാസ്ത്രീകളെ ക്രൂരമായ നിലയിൽ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ക്രൈസ്തവ ലോകം അവരുടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പാർലമെന്റിൽ വാക്കുകൾ കൊണ്ട് തീജ്വാലകൾ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെങ്കിൽ ആരും ആരെയും കൊന്നിട്ടല്ല, പട്ടിണിക്കിട്ടിട്ടല്ല, അവരെ ജയിലിലടച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു സമൂഹം അതിൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ഉണരുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയില്ല എന്ന് ഓർക്കണം. കന്യാസ്ത്രീകളോട് നേരെ ഈ രാജ്യത്തെ അപകടകാരികളായ ശക്തികൾ നടത്തിയതിനോട് നമുക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്, അതിലൊരു സംശയവുമില്ല. പക്ഷേ ന്യൂനപക്ഷങ്ങളിൽ ചിലരോട് നടത്തുന്ന ഈ ക്രൂരകൃത്യങ്ങളുടെ നേരെ പ്രത്യേകമായ ഒരു പരിഗണനയും വേറെ ചിലരുടെ നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന പ്രവണതകൾ ഭൂഷണമല്ല എന്ന് മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ മറ്റുള്ളവർ നമുക്ക് വേണ്ടി മനസാക്ഷി തുറക്കണം, കണ്ണു തുറക്കണം, നാവ് ഉയർത്തണം എന്ന് പറയാൻ നമുക്കെന്താണ് അവകാശമെന്ന്, നമ്മുടെ നെഫ്സ് എവിടെയാണ് നിൽക്കുന്നത് എന്ന്, അള്ളാഹുവിലുള്ള ഈമാൻ, അള്ളാഹുവിലുള്ള തവക്കുൽ നമുക്കുണ്ടോ എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന വിചാരം മാറ്റിവെച്ചിട്ട് സാറ അല്ലക്കാരി കാണിച്ചതുപോലെ ധാന്യ കുപ്പികൾ കടലിലെറിഞ്ഞിട്ട് അല്ലാഹുവേ ആ മക്കൾക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കി കൊടുക്കാൻ ശേഷിയുള്ള ഒരു റബ്ബ് ഇന്നെന്ന പോലെ അന്നുമുണ്ട്. മൂസ നബിയെ കടലിലെറിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ജീവനെ പേടിച്ചാൽ കടലിലെറിഞ്ഞേക്കൂ, ഞാൻ കാക്കേണ്ടവനെ കൊണ്ട് കാത്തു സൂക്ഷിപ്പിച്ചു കൊള്ളാമെന്നല്ല പറഞ്ഞപ്പോൾ സാക്ഷാൽ ആരുടെ ശത്രുവായിട്ടാണോ മൂസ നബിക്ക് അല്ലാഹ് ജന്മം നൽകിയത് ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഫിർഔനിന്റെ താടിക്ക് വലിച്ചുകൊണ്ട് അള്ളാഹു മൂസ നബിയെ വളർത്തിയെങ്കിൽ കടലിലെറിഞ്ഞ മൂസ നബിയുടെ പെട്ടകത്തെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ അടുപ്പിച്ച അല്ലാഹ് നേരത്തെ ഞാൻ പറഞ്ഞ ചരിത്രത്തിലെ ആ മരക്കഷണത്തെ അവകാശിയുടെ കൈകളിൽ എത്തിച്ച അല്ലാഹ് ഇന്ന് സാറ അൽ അക്കാരിയുടെ ധാന്യക്കുപ്പികളെ ഗസ്സയിലെ കുഞ്ഞുമക്കളുടെ കൈകളിൽ എത്തിച്ച അല്ലാഹ്, ആ അല്ലാഹ് നമ്മുടെ നഫ്സ് എവിടെ നിൽക്കുന്നു, നമ്മുടെ വിവേചനശേഷി, നന്മത്തിന്മ വിവേചനശേഷി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണാൻ കാത്തു നിൽക്കുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു മനസാക്ഷി എന്ന് പറയുന്ന ഈ ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ അള്ളാഹു ഇടപെടൽ നടത്തുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ രാസശക്തിയുള്ള അത്ഭുതകരമായ നമ്മുടെ നഫ്സിനെ ഉണർത്താൻ, സത്യത്തിൻ്റെ പക്ഷത്തേക്ക് അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവുമായി അതിനെ ലിങ്ക് ചെയ്യാൻ, എന്നിട്ട് വല്ലതും പ്രവർത്തിക്കാൻ നമുക്കൊക്കെ കഴിയണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.